നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ പടക്ക നിർമ്മാണശാല ആശങ്ക അകറ്റണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. 11, 12, 13 വാർഡുകൾക്ക് സമീപം എലിപ്പാറയിൽ ജനവാസ കേന്ദ്രത്തിലാണ് പടക്ക നിർമ്മാണശാലയെന്ന് പ്രദേശവാസികളും പറഞ്ഞു. പേരാമ്പ്ര നൊച്ചാട് പഞ്ചായത്തിലെ 11, 12, 13 വാർഡുകളിലെ അതിർത്തി പ്രദേശമായ എലിപ്പാറയിൽ ആരംഭിക്കുന്ന പടക്ക നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട ദുരൂഹത നീക്കണമെന്ന് ചാലിക്കര നൊച്ചാട് ശാഖയിലെ മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. വരുന്നത് ഈ പ്രദേശത്തെ ആളുകളെ ഒരു പുകമറയാക്കിക്കൊണ്ടത് വന്നതാണ്. ഒരു ഹിഡൻ അജണ്ട ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത്. കാരണം ഇത്തരം ഒരു സാധനം ഒരു കാട് വെട്ടുന്ന സമയത്ത് എന്ത് ഞാൻ ചോദിക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ അത് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ആളുകൾ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതിന്റെ ഒരുപാട് മുന്നോട്ട് അവർ പോയിട്ടുണ്ടെങ്കിലാണ്. ഒരു പടക്കശാല വരിക എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾക്കുള്ള ഭയപ്പാട് അത് വളരെ ചെറുതൊന്നുമല്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പാർട്ടി ഇവരോടൊപ്പം നിൽക്കാനും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾ കൂടെ നിൽക്കാനും പാർട്ടിയുടെ നിലപാട് കൂട്ടായി സർവകക്ഷികളുടെ പിന്തുണ കൊടുത്തുകൊണ്ട് ഈ പരിപാടിക്ക് ഈ പ്രദേശത്തുകാരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മുകളിലായി കിടക്കുന്നത് തീർത്ത് 13-ാം വാർഡാണ്. ഈ 13-ാം വാർഡിൻ്റെ ഓരത്തും ഈ 11-ാം വാർഡിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഒട്ടനവധി വീടുകളാണുള്ളത്. ഇവിടെയൊക്കെ പാവപ്പെട്ട ജനങ്ങളാണ് താമസിക്കുന്നത്. നിത്യേന ജോലിക്ക് പോയി അവരുടെ ജീവിതമാർഗം തേടി ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ നടുവിലേക്ക് ഇത്ര സ്ഫോടനാത്മകമായ ഒരു വ്യവസായ സംരംഭം കൊണ്ടുവരുന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾ ആകെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ്. നിയുക്ത പടക്ക നിർമ്മാണ കേന്ദ്രം സന്ദർശിച്ച് പ്രദേശവാസികളുമായി വിഷയം സംസാരിച്ചാണ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. മണ്ണിനും വെള്ളത്തിനും വായുവിനും ഹിതമല്ലാത്ത ഒരു വികസന പ്രവർത്തനവും ഇത്തരം ജനവാസ കേന്ദ്രങ്ങളിൽ പാടില്ലെന്നും പ്രദേശവാസികൾ നടത്തുന്ന എല്ലാ ജനകീയ പോരാട്ടങ്ങൾക്കും പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഒരേ സമയം ഇരയോടൊപ്പവും വേട്ടക്കാരനൊപ്പവും കൂട്ടുചേരുന്നവരെ തിരിച്ചറിയണമെന്നും നേതാക്കൾ പറഞ്ഞു. പേരാമ്പ്ര നിയോജക മണ്ഡലം UDF ചെയർമാൻ TK ഇബ്രാഹിം, മുസ്ലിം യൂത്ത് ലീഗ് പേരാമ്പ്ര നിയോജക മണ്ഡലം പ്രസിഡന്റ് PC മുഹമ്മദ് സിറാജ്, നൊച്ചാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ PKK നാസർ, ചാലിക്കര നൊച്ചാട് ശാഖ മുസ്ലിം ലീഗ് ഭാരവാഹികളായ C അബ്ദുറഹ്മാൻ, T കുഞ്ഞമ്മദ്, VPK റഷീദ്, K അബൂബക്കർ മാസ്റ്റർ, KK മുജീബ്, ചാലിക്കര അബ്ദുള്ള, N ഗോപി, EP സിറാജ്, EP സജീർ, N സുബിഷ, N അഞ്ജലി, EP മൻഷിദ, EP ആയിഷ, EP ഷെരീഫ് എന്നിവരും പടക്ക നിർമ്മാണ യൂണിറ്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിച്ചു. ജനവാസ കേന്ദ്രത്തിൽ പടക്ക കമ്പനി വരുന്നത് എന്തുകൊണ്ടും എതിർക്കുമെന്നും ജനങ്ങളുടെ ആശങ്ക മാറ്റണമെന്നും സമീപവാസികൾ പറഞ്ഞു. നമ്മളെല്ലാവരും സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറ്റി വലിയ ധാരണയൊന്നുമില്ല. എന്നാലും നമ്മൾ ഓരോരുത്തർ പറഞ്ഞതും അറിഞ്ഞതൊക്കെ വെച്ചിട്ട് നമ്മളെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വരികയാണ്. എല്ലാവരും നല്ല പേടിയിലും ഒക്കെയാണ് ഉള്ളത്. സമീപവാസിയാണ്. അപ്പം എല്ലാവരും ഭയങ്കര ആശങ്കയിലാണ്. കാരണം ഇത്തരത്തിൽ വലിയൊരു ഫാക്ടറി വരുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ഒരു കുടിവെള്ള സൗകര്യം, അതായത് ജലസൗകര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു സൗകര്യങ്ങളോ ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ ഒരു നിർമ്മാണശാല ഇപ്പം വരാൻ നിൽക്കുന്നത്. മാത്രമല്ല അതിന് ചുറ്റുമായിട്ട് 25ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ ഒരു നമ്മൾ എപ്പോഴും പൊട്ടാം എന്ന തരത്തിലേക്കുള്ള ഒരു സാധനത്തിൽ ഭയപ്പെട്ട് ജീവിക്കുന്നത് എത്രത്തോളം ഒരു നമുക്ക് ആശങ്കയുള്ള ഒരു കാര്യമാണ് ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.